ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ചിലർക്ക് ഗുഡ് മോർണിംഗ്, ചിലർക്ക് ഗുഡ് നൈറ്റ്, ചിലർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, പല സമയത്ത് പല രാജ്യം. എന്താ കഴിഞ്ഞാൽ അല്ലേ നമുക്കൊരു വലിയൊരു സന്തോഷമല്ലേ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാ സമയത്തും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയിലും ടോക്ക് കേട്ടോണ്ടിരിക്കുക 24 hours അല്ലേ. ദൈവത്തിന്റെ വലിയൊരു കരുണയാണല്ലോ. ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഡിക്കമാരെ ധ്യാനത്തിന്റെ സമാപനമാണ്. പിന്നെയുള്ളത് ഇന്ന് വിശുദ്ധ ജോസഫ് കുപ്രത്തിയനോട് തിരുനാൾ ദിവസമാണ്. നമുക്കറിയാം വിശുദ്ധ ജോസഫ് കുപ്രത്തിയനെ പരിചയമില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പരിചയപ്പെടണം കേട്ടോ. കുഞ്ഞുങ്ങളെ പഠിക്കാൻ ഇച്ചിരി വിഷമമുള്ളൊരു വിശുദ്ധനായിരുന്നു. പക്ഷെ കർത്താവിനെ ആശ്രയിച്ച് എന്തായാലും പഠിച്ചൊക്കെ പാസ്സായ ഒരു വിശുദ്ധനാണ്. നിങ്ങൾ പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. പൈലറ്റുമാരുടെ മധ്യസ്ഥനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ കൂടെയുള്ള ബ്രദറാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലെ നിങ്ങൾ മക്കള് പൈലറ്റുമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൈലറ്റും ടോക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ, അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുണ്ട് അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ജോസഫ് കുപ്രത്തിയനെ പ്രത്യേകം മധ്യസ്ഥം ചോദിക്കുന്നത് പറഞ്ഞ ഇറ്റലിക്കാരനായ വിശുദ്ധനാണ്. പറക്കുന്ന വിശുദ്ധൻ അല്ലേ. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഉള്ളിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് കത്തോലിക്ക സഭയിൽ കർത്താവിന്റെ വലിയ കരുണ കൊണ്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ജോസഫ് കുപ്രത്തിയനയുടെ ഒരു നല്ലൊരു ഫിലിം ഞാൻ എവിടെയോ അത് ഒരുപാട് വർഷം മുമ്പ് കണ്ടതൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അത് യൂട്യൂബ് എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. വേണമെങ്കിൽ പാരന്റ്സ് അതൊക്കെ ഒന്ന് മൊത്തം ഒന്ന് കണ്ടു നോക്കണം. ആദ്യം നിങ്ങൾ നല്ല ക്ലിയർ ആണെന്ന് നോക്കാൻ കുട്ടികളെ ഒന്ന് കാണിച്ചോ, നല്ലതായിരിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു നന്ദി. നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ പണ്ട് കണ്ടതിന്റെ ഓർമ്മ വെച്ച് പറയണതാണ്. അച്ഛൻ പറഞ്ഞു വിചാരിച്ച് പെട്ടെന്ന് സംഗതി കണ്ടു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചോ. കുട്ടികളെ അമ്പിച്ചോടൊന്ന് ചോദിച്ചോ, അച്ഛൻ പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചോ. ഹല്ലേലൂയ. ഇവരുടെ സഹോദരങ്ങളിൽ എന്റെ സന്തോഷത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായ വ്യാഴാഴ്ചയാണ്. ഒരിക്കലും പ്രാർത്ഥന കിടന്ന ദിവസമാണ്. ഞാൻ നിയോഗങ്ങൾ നിങ്ങൾ വെക്കുന്നത് എനിക്ക് വലിയ ഉപകാരമാണ് കേട്ടോ. എന്നൊരു പ്രത്യേക നിയോഗം വെക്കുകയാണ്. ഈശോയോട് പറയട്ടെ, പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം 17:8 അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് വല്ലോം നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനോഹരമായ Psalm 17:8 നല്ല വചനമാണ്. അതിനെങ്ങനെയാണ് ഒരു സങ്കീർത്തന്റെ പ്രാർത്ഥനയാണ്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അവിടുത്തെ ചിറകിന്റെ നിഴലിൽ എന്നെ മറയ്ക്കണമേ. എല്ലാവരും പ്രാർത്ഥനയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 91 സങ്കീർത്തനമൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെല്ലുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചെല്ലാൻ തുടങ്ങുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞ പോലെ മനോഹരം, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തോളണമെന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം ഈ കണ്ണിന്റെ കൃഷ്ണമണി അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു വിധം ഭയങ്കരമാണ് അല്ലെ. ഒരു കൈയോട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ണ് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് അടയല്ലേ, അതിന്റെ കൺപോള വന്ന് അടയല്ലേ. അപ്പൊ അതുകൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നൊരു പറയാണ് ദൈവം ബൈബിളിൽ പറയുന്നത്. ഒരു വചനം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. അതായത് നിന്നെ ഉപദ്രവിക്കുന്ന അല്ലെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നതെന്ന് പറയുന്ന രീതിയിലേക്ക് പറഞ്ഞൊരു വചനമുണ്ട്. അതുപോലെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തൽ. പിന്നെ പറയാം അവിടുത്തെ ചിറകിന്റെ നിഴലിൽ. അപ്പൊ കർത്താവിന്റെ കർത്താവിന്റെ ചിറകെന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് സംരക്ഷണത്തിന്റെ അടയാളോ. അപ്പൊ അതിന്റെ നിഴലിൽ പോലും നമുക്ക് സംരക്ഷണമാണല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പത്രോസിന്റെ നിഴലിൽ വീഴുമ്പോൾ ആൾക്കാർ സൗഖ്യം പ്രാപിക്കും എന്ന് പറഞ്ഞ അതിനൊക്കെ നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ദൈവം നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന രീതി എന്ന് പറയുന്നത് കണ്ണിന്റെ കൃഷ്ണമണി പോലെ ചിറകിന്റെ നേരം. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ കർത്താവ് അതിന്റെ ഒപ്പം നിന്നിട്ട് ശരിക്കും പറഞ്ഞ് ചിന്തിച്ച് നോക്കിയേ, ഈ നിഴലെന്ന് പറയുന്ന സംഗതി ഓരോ സ്ഥലത്ത് അങ്ങനെ നിൽക്കുമല്ലേ ഉള്ളൂ അല്ലെ. പിന്നെ സൂര്യൻ മാറുന്നതിന് മാറും. നമ്മൾ തണലത്ത് കയറി നിൽക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ വെയിലും വന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് എന്നാ സംഭവിക്കുന്നത്, ദൈവം പിന്നെ നമ്മളെ പുറകെ വന്നിട്ട് സംരക്ഷണം തരുവാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ദൈവം ഇത്രയൊക്കെ സംരക്ഷിച്ചത്. നമുക്ക് ഓരോ ദിവസവും അത്ഭുതമാണ്, ഓരോ ദിവസവും ദൈവത്തിന്റെ സംരക്ഷണമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ദൈവം നൽകിയ സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറയാം. സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഒപ്പം നമ്മളിപ്പോൾ ഒരു അപകടം ഉണ്ടായിരുന്നു, ഞങ്ങൾ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്ദിയാണ്. പക്ഷേ എല്ലാ ദിവസവും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ സെക്കൻഡ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, ശരിയല്ലേ? അതാ ഞാൻ പറയും, ഇതുമെല്ലാം നമ്മൾ അറിയുന്നത്. അതാ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നന്ദി അല്ലാതെ വേറൊന്നും പറയാനില്ലാത്തൊരവസ്ഥയിലേക്ക് വരും, ശരിയല്ലേ? ഈ വചനം പഠിച്ചോ കേട്ടോ. നല്ല വചനമല്ലേ, കാണാൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. പഠിച്ചു, ഇപ്പൊ തന്നെ പഠിച്ചു അല്ലേ. അങ്ങയുടെ അല്ലെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറയ്ക്കണമേ. ഇപ്പൊ തന്നെ കാണാതെ പഠിച്ചില്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് പോകുന്ന സമയത്ത് ചുമ്മാ അങ്ങനെ പ്രാർത്ഥിച്ചോ. എന്നിട്ട് ദൈവമേ അങ്ങനെ സംരക്ഷിച്ചു നന്ദി പറയുന്ന കർത്താവ്. അത് നമ്മളെ പ്രതിയല്ല,
നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പ്രതിയും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ ബായ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോവാളെ, ഓടരുത്. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാമോ? ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ് എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും, എല്ലാ തരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങളെയും, എല്ലാ അന്ധകാര ശക്തികളുടെ സ്വാധീനം, അന്തരീക്ഷ ശക്തികളുടെ സ്വാധീനങ്ങൾ, എല്ലാ പൈശാചിക കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിച്ച് വിട്ടുവെച്ച കുരിശിന്റെ വെള്ളം ചാട്ടിമായി. കർത്താവിന്റെ വലിയൊരു സംരക്ഷണത്തിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവിന്റെ സംരക്ഷണത്തെ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞ് നന്ദി പറയുന്ന കൃപ ലഭിക്കട്ടെ. ഓരോ ദിവസം സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേക കൃപയുണ്ടാകട്ടെ. വിശുദ്ധ ജോസഫ് കുപ്രത്തിയനോട് പ്രത്യേക മധ്യസ്ഥതയാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മധ്യസ്ഥതയാൽ നല്ലത് പഠിക്കാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ കൃപകൾ, അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുള്ള എല്ലാ പൈലറ്റുമാരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കരനീട്ടി ആശ്രയം. ഇവർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കണമെന്ന് മധ്യസ്ഥം ചോദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.